പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയുടെ താലിമാറ്റൽ ചടങ്ങിന് വേണ്ടി എല്ലാവരും പോവാൻ റെഡി ആയിരിക്കുക കേട്ടോ. അത് രാവിലെ തന്നെ വണ്ടി വന്നിരിക്കുകയാണ്. അച്ഛമ്മ എല്ലാവരോടും വണ്ടിയിലോട്ട് കയറിയെന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വണ്ടിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയതിന് ശേഷം എല്ലാവരും കയറിയില്ലേ, ഒന്നും എടുക്കാനൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛമ്മ പിറകിലേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വേദ ശ്രീജയുടെ അടുത്തും നമ്മുടെ വിക്രമാണെങ്കിൽ വിനയൻ്റെ അടുത്തോട്ടോ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മുടെ അച്ചമ്മയാണെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ അച്ചമ്മയാട്ടോ. അച്ചമ്മയ്ക്ക് അതങ്ങ് പിടിച്ചില്ല. അച്ചമ്മ പറയുന്നുണ്ട്, എന്താ വേദ മോളെ, നിനക്ക് ഇതൊന്നും അറിയത്തില്ലേ? നീ ഇവിടെയാണോ ഇരിക്കേണ്ടത്? ശ്രീജയല്ലല്ലോ നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നീ നിൻ്റെ കട്ടിയവൻ്റെ അടുത്തേക്ക് പോയിരിക്കേ. എടാ വിനയ, നീ ആ വിക്രമിൻ്റെ അടുത്ത് നിന്ന് പോയി ആ പിറകോട്ട എവിടെയെങ്കിലും, പിറകിലല്ലേ ഇഷ്ടം പോലെ സീറ്റ് ഇരിക്കുന്നത്, അവിടെ പോയി ഇരിക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വേദയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ വിക്രം അത് സമ്മതിക്കുന്നില്ല. അച്ചമ്മ, ഇവിടെ സ്ഥലമില്ല, ഇല്ല എവിടെ ഇരിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അതിനല്ലേടാ ഞാൻ വിനയൻ്റെ അടുത്ത് ബാക്കിലേക്ക് പോയിരിക്കാൻ പറയുന്നത്, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. വേദേ, നീ അങ്ങോട്ട് പോയിരിക്കുക എന്ന് പറയുമ്പോൾ വേദ സന്തോഷത്തോടു കൂടി വേഗം ചെന്ന് വിക്രമിൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ ദേഹത്ത് തട്ടുന്നുണ്ട് വേദയുടെ കൈയൊക്കെ. അപ്പോൾ വിക്രമ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കുറച്ചങ്ങ് തള്ളിയിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ തള്ളിയിരുന്നാലേ താഴെ വീഴും, ഇനി ഇവിടെ സ്ഥലമില്ല എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ താഴെ വീഴട്ടെ എന്ന് പറയുന്നുണ്ട് വിക്രം. പിന്നീട് വേദ അച്ചമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ചമ്മേ, എനിക്ക് പോകുന്ന വഴിക്കെങ്ങാനും ഉറക്കം വന്നാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ മോളെ, നീ എന്താ ഒരു പൊട്ടിയാണോ? ഉറക്കം വരുമ്പോഴേ നീ അവൻ്റെ തോളിലങ്ങ് ചാഞ്ഞു കിടന്നോ? അല്ല, അതിലും ചാഞ്ഞു കിടക്കാനും നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ മടിയിലോട്ടങ്ങ് കിടന്നോ എന്ന് പറയുകയാണ്. ഗുഡ് ഐഡിയ, താങ്ക് യു അച്ചമ്മ എന്ന് പറഞ്ഞ് വേദ ചിരിക്കുക കേട്ടോ. ഇതൊന്നും തന്നെ വിക്രമിന് അങ്ങ് പിടിക്കുന്നില്ല. ഇത് കേട്ടതും വിക്രമിൻ്റെ കൈയിനുള്ളിലൂടെ വേദ കൈയിട്ട് വിക്രമിൻ്റെ തോളിൽ അങ്ങ് ചാഞ്ഞു കിടക്കുക കേട്ടോ. പൊടി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് തട്ടുന്നുണ്ട്. വേദ പെട്ടെന്ന് അച്ചമ്മ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോഴേക്കും വിക്രം വേദയുടെ വായ് പൊത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിനക്ക് പോകാൻ വരട്ടെ, ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയമ്മ, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? ഇല്ല, ഒരു കാര്യം കൂടി ഉണ്ടടാ, ഇതും കൂടെ കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞ് സഞ്ചിയിൽ നിന്നും ഒരു തേങ്ങ എടുക്കുക കേട്ടോ. എന്നിട്ട് മാഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തേങ്ങ ഒന്ന് പുറത്തു പോയി ഉടച്ചിട്ട് വാ എന്ന് പറയുകയാണ്. മാഷ് അതുപോലെ തന്നെ ചെയ്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനിടയിൽ നല്ല രസമായിട്ടുള്ള ഒരു സീനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ വേദ ഇരിക്കുന്നത് കൊണ്ട് അവന് ഇറിറ്റേഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ വേദയാണെങ്കിലോ നല്ല ഹാപ്പിയായി പാട്ടൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചാഞ്ഞ് പിന്നെ ഇടയ്ക്ക് വിക്രമിൻ്റെ ദേഹത്ത് പോയി തട്ടുന്നുണ്ട്. വീഴാൻ പോകുന്ന പോലെ അഭിനയിച്ച് വിക്രമിനെ പിടിക്കുന്നുണ്ട്. വിക്രമിനാണെങ്കിൽ ഇതൊന്നും സഹിക്കുന്നില്ല. വിക്രം തട്ടിമാറ്റുമ്പോൾ വേദ പറയും, ഞാനിപ്പോൾ അമ്മച്ചിയെ വിളിക്കും എന്ന് പറഞ്ഞ് വിക്രമിനെ ഭീഷണിപ്പെടുത്തുക കേട്ടോ. കുറച്ച് കഴിഞ്ഞ് അച്ചമ്മ പിറകോട്ടുള്ള നോക്കുമ്പോൾ എല്ലാവരും തന്നെ മിണ്ടാതിരിക്കുന്നതിന് നന്ദിനി ഉറങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ബോറടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടാ മക്കളെ, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, നിങ്ങളൊക്കെ പാടിയും ആടിയും ഒക്കെ പോകേണ്ട സമയമല്ലേ ഇത്, ഇങ്ങനെ ഒരു ട്രിപ്പിൽ എത്ര രസകരമായി പോകേണ്ട ട്രിപ്പാണ്, അപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷിന് ഇത് പഠിക്കുന്നില്ല അമ്മ പറയുന്നത്. മാഷ് പറയുന്നുണ്ട്, അമ്മേ, നമ്മളെന്താ വല്ല കല്യാണത്തിനോ ടൂറിനോ ഒക്കെയാണോ പോകുന്നത്, ആടാനും പാടാനും, അമ്മ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറയുകയാണ്. മിണ്ടാതിരിയടാ അവിടെ, നിനക്ക് പറ്റില്ലെങ്കിലേ നീ നിൻ്റെ കണ്ണും ചെവിയും പൊത്തി അങ്ങേയിരുന്നോ, അവന് ആടാൻ പാടില്ലത്രേ. എന്താ അമ്പലത്തിൽ പോകുമ്പോൾ പാട്ട് പാടാനും കളിക്കാനൊന്നും പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ മിണ്ടാതിരിയടാ എന്ന് പറയണം അച്ചമ്മ. എന്നിട്ട് വിനയാ, നീ എണീറ്റ് പാടടാ എന്നൊക്കെ പറയാം കേട്ടോ അച്ചമ്മ. അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഇത് കോളേജ് ടൂറൊന്നും അല്ലല്ലോ എന്നൊക്കെ മാഷ് വീണ്ടും ചോദിക്കുക കേട്ടോ. അപ്പോൾ അച്ചമ്മ ചൂടാവുന്നുണ്ട്. അച്ചമ്മ പറയുന്നുണ്ട്, നീ മിണ്ടാതിരിയടാ അവിടെ, നീയും പ്രേമിച്ച് നടക്കുമ്പോഴൊക്കെ ആടിയും പാടിയും കൊണ്ട് തന്നെയല്ലേ ഇവളെയും കൊണ്ട് നടന്നിരുന്നേന്ന് ചോദിക്കുക. അപ്പോൾ വിനയൻ പ്രേമോ എന്ന് ചോദിക്കുക കേട്ടോ. ഇപ്പം എന്തിനമ്മ ഇതൊക്കെ പറയുന്നതെന്ന് മാഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, എടാ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും പ്രേമിച്ച് നടന്ന വിവരമൊക്കെ അറിയാമോ? എടാ വിക്രമേ, നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. വിക്രം, എനിക്ക് പ്രേമിച്ച് വിവാഹം കഴിച്ചാണെന്ന് എനിക്കറിയാം, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല അമ്മേ എന്ന് അച്ചമ്മ എന്ന് പറയുകയാണ്. എങ്കിലേ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്.
എടി കമലേ, ഇവനെ നിന്നെ പ്രേമിച്ച് തുടങ്ങിയതൊരു സിനിമ കണ്ടിട്ടല്ലേ? ആ സിനിമയുടെ പേരെന്താടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കമലാമ്മയോട് ചോദിക്കുകയാണ് അച്ചമ്മ. അപ്പോൾ കമലാമ്മ ഒരു സിനിമയുടെ പേരും പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നാണം വന്ന് ചിരിക്കുക കേട്ടോ. മാഷിനാണെങ്കിൽ ആകെ ചമ്മൽ വന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിനയൻ നന്ദിനിയും വിളിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുക കേട്ടോ. പിന്നീട് അച്ചമ്മ പറയുന്നുണ്ട് വേദയുടെ അടുത്ത്, വേദ നിങ്ങൾ പ്രേമിച്ച് നടന്നതും എങ്ങനെ വിവാഹം കഴിച്ചെന്നുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറ, അച്ചമ്മ കേൾക്കട്ടെ, അച്ചമ്മ ഇതൊന്നും അറിഞ്ഞതല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് വേദയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. അവൾ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിനെന്താ അച്ചമ്മേ, ഞാൻ പറയാലോ. അതെ, അങ്ങനെ നമ്മുടെ വേദ നന്നായി നല്ലൊരു അടിപൊളി കഥ തന്നെ ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത്, സിനിമാ കഥ തന്നെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ അവൾ പറയുന്നുണ്ട്, കോളേജിൽ വെച്ച് എന്നെ കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വിക്രമിനെ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് വിക്രമിനോട് അങ്ങനെയൊന്നും തോന്നിയിട്ട് പോലുമില്ല. വിക്രമാണെങ്കിൽ എന്നെ പിറകെ കുറേ നടന്നു അത്രേ. ഞാൻ പിന്നീടാണ് അറിയുന്നത്. പിന്നീട് കോളേജിലൊരു പ്രോഗ്രാമിനാണ് വിക്രം എന്നെ പ്രൊപ്പോസ് ചെയ്തത്. ഒരു റോസാപ്പൂവൊക്കെ കൊണ്ടുവന്നാ പ്രൊപ്പോസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു അടിപൊളി കഥ രൂപത്തിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ട് എല്ലാവരും വായ പൊളിച്ചിരിക്കുക കേട്ടോ. വേദിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് അച്ചമ്മയ്ക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ വിക്രമാണെങ്കിൽ ഇതെല്ലാം കേട്ട് നല്ല കലി തുള്ളിയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ നാട്ടിലുള്ള ഈ അമ്പലത്തിൽ അവർ എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ താലിമാറ്റൽ ചടങ്ങിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കുടംവെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അച്ചമ്മ. അങ്ങനെ വേദ കുടം എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. തിരിച്ച് കുടംവെള്ളം ഒക്കെ തിരിക്കാത്തത് കൊണ്ട് ശ്രീജ പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങത്താ വേദ, ഞാൻ എടുത്തോളാം, നിനക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ ഇങ്ങനെ എപ്പോഴും ഈ ഒരു കാരണം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കിത് പിന്നീട് ചെയ്യാൻ പറ്റത്തില്ല. ഞാനും ഇവിടെ ജീവിക്കേണ്ട ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് ഞാനും ഇത് ശീലിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ്. പക്ഷേ അച്ചമ്മ ഇത് കാണുന്നുണ്ട് കേട്ടോ. വേദയുടെ ഇടുപ്പിൽ നിന്നും ഈ കുടം ഇങ്ങോട്ട് താഴേക്ക് വീഴാൻ വേണ്ടി പോകുമ്പോൾ വേദ വീണ്ടും അത് മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അച്ചമ്മ കാണുകയാണ്. അപ്പോൾ വേഗം വന്ന് പറയുന്നുണ്ട്, എന്താ മോളെ നീ വീഴാൻ പോകുന്നുണ്ടല്ലോ, നിനക്കെന്താ ഇതൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ചമ്മേ, ഞാനിതെല്ലാം പഠിച്ചു വരികയാണെന്ന് വേദ പറയുന്നുണ്ട്. എങ്കിൽ നിനക്കിത് പറയാമായിരുന്നില്ലേ മോളെ, അപ്പോൾ നീ ഇത്രയും വലിയ കുടുംബത്തിലെ മോളാണല്ലേ, ഇത് ഒരു കുടം വെള്ളം പോലും നിനക്ക് ഒക്കെ എടുക്കാൻ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നിനക്ക് വീട്ടിൽ ആളുകളുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത്രയും വലിയ വീട്ടിൽ നിന്നാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കണേ അല്ലേ, എടാ നിനക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട് മാഷിനടുത്ത് അച്ചമ്മ. നീ ഈ മോളെ പൊന്നു പോലെ നോക്കണം കേട്ടോ, അവളെ ഇത്രയും നല്ല സുഖസൗകര്യമുള്ള വീടിനെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചാണ് നിൻ്റെ മോൻ്റെ കൂടെ അവൾ ഇറങ്ങി വന്നിരിക്കുന്നത്, അപ്പോൾ നീ ഇവളെ നന്നായി നോക്കണം എന്ന് പറയാണ്. അപ്പോൾ മാഷ് മുഖം കറുപ്പിച്ചങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എടി കമലേ, നിൻ്റെ കെട്ടിയവൻ എന്താടി ഇങ്ങനെ, നീ അവനെ കുറച്ച് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക് എന്ന് അച്ചമ്മ പറയുന്നുണ്ട്. പിന്നീട് അച്ചമ്മ നന്ദിനിയെ വിളിക്കുക കേട്ടോ. എടി നന്ദിനി, നീ ഇങ്ങ് വാ, നീ എന്താ അവിടെ തെറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ വെള്ളം ഇങ്ങ് വേദയുടെ കയ്യിൽ നിന്നും മേടിച്ച് പിടിക്ക്. അതെ, നിനക്ക് കാണുന്നില്ലേ ആ മോൾക്കത് പറ്റത്തില്ല, അവളെങ്ങാനും വീണാൽ എന്താ സംഭവിക്കുക, നീ നിൻ്റെ തടി ഒന്ന് കുറയ്ക്ക്, ഇത് ജോലികളൊക്കെ ഒന്ന് ചെയ്യ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ നന്ദിനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലും പെറുപെറു പറഞ്ഞുകൊണ്ട് അതങ്ങ് എടുത്ത് പോവുകയാണ് അവൾ. പിന്നീട് വേദയുടെ അച്ഛമ്മ വേദയ്ക്ക് ഫോൺ ചെയ്യുക കേട്ടോ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഫോൺ ചെയ്യാണ്, നീ എന്താ വിളിക്കാത്തേ, ഞങ്ങളുടെ സങ്കടം എന്താ നീ അറിയാത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേദ തിരിച്ചും അമ്മയ്ക്ക് എല്ലാവർക്കും സുഖമല്ലേ, അമ്മ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കണമെന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്. എനിക്ക് അമ്മയുടെ അടുത്തും അച്ചമ്മയുടെ അടുത്തും സംസാരിക്കാനുണ്ട്. അച്ചമ്മ ഒന്ന് ഫോൺ ഒന്ന് സ്പീക്കറിലിടൂ എന്ന് പറയുകയാണ്. അങ്ങനെ സ്പീക്കറിലിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. പത്മയ്ക്കാണെങ്കിൽ വേദയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും കരച്ചിൽ വരും കേട്ടോ. കരഞ്ഞുകൊണ്ട്, വേദ മോളെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്താ പത്മം, മോളവിടെ തനിച്ചല്ലേ, നീ എന്തിനാ ഇങ്ങനെ അവളെ വിഷമിപ്പിക്കുന്നത്, നീ ഇങ്ങനെ കരഞ്ഞല്ല അവൾക്കും വിഷമമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പത്മം പറയുന്നുണ്ട്, അതെ എനിക്ക് മോളുടെ സൗണ്ട് കേൾക്കുമ്പോൾ വിഷമം വരികയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വേദയും പറയുന്നുണ്ട് കേട്ടോ, അമ്മ കരയണ്ട, എന്തിനാ അമ്മ കരയണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല മോളെ, എനിക്കിവിടെ ഉറക്കമില്ല, പല രാത്രികളും ഞാൻ ഉറങ്ങുന്നില്ല നിന്നെ ആലോചിച്ച് എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ, എൻ്റെ കാര്യം ആലോചിച്ച് അമ്മ ഒട്ടും വിഷമിക്കേണ്ട, വിക്രമിൻ്റെ അമ്മേ ഇപ്പം എന്നെ സ്വന്തം മോളെ പോലെ, അവർ പ്രസവിച്ച മോളെ പോലെയാണ് എന്നെ നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്.
ഇപ്പോൾ അമ്മ വെക്കുന്ന ഭക്ഷണം അമ്മയെ ഞാൻ കഴിക്കുന്നത്. അവർ സ്വന്തം മോൾക്ക് കൊഞ്ച് കൊഞ്ച് ഭക്ഷണം കൊടുക്കുന്നത് പോലെ എനിക്കും അങ്ങനെയാണ് എനിക്ക് തരുന്നത് ഭക്ഷണം എന്നൊക്കെ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും സന്തോഷമായി. അവരിപ്പോൾ ചിരിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആണോ മോളെ, അങ്ങനെയാണോ, നിനക്കവിടെ സന്തോഷമാണോ, വിക്രമിൻ്റെ അമ്മ നിന്നെ അംഗീകരിച്ചോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇനിയുള്ള കാലം നീ അവിടെ തന്നെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചോ മോളെ? നിൻ്റെ അച്ഛനാണെങ്കിലും ഉണ്ടല്ലോ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാതെ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുക. അതെനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പത്മം. അത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ മകളാണ് പറയുന്നത്. ഞാൻ എല്ലാം ശരിയാക്കും. എല്ലാം സന്തോഷത്തോടെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റും. എല്ലാം ഞാൻ നേരെയാക്കുമെന്ന് പറയുകയാണ് വേദ. ശരി മോളെ, നീ ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുക കേട്ടോ അച്ചമ്മ. അച്ചമ്മയെ ഞങ്ങളെല്ലാവരും കൂടെ അവരുടെ കുലദൈവം കോവിലിലേക്ക് വന്നിരിക്കുക. അവിടെ ഞങ്ങളുടെ താലിമാറ്റ ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുക അച്ചമ്മയെന്ന് പറയുകയാണ്. ഞങ്ങളെല്ലാ ഫാമിലിയിലും മൊത്തം എല്ലാവരും ഉണ്ട്. അതിനുള്ള ചടങ്ങുകൾ ഞാനും അവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടെന്ന് പറയുക കേട്ടോ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ആണോ, അച്ചമ്മയ്ക്ക് സന്തോഷമായി മോളെ. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടെ വേദ പറയുന്നുണ്ട്, അത് അച്ചമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാഷിൻ്റെ അമ്മ, അതായത് അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അച്ചമ്മയാണ് മുൻകൈ എടുത്ത് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇന്ന് വരെ നടന്നിട്ടുണ്ടായിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും, അതായത് വിക്രമും വേദയും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാനുണ്ടായത്, അച്ചമ്മ കാരണം ഉണ്ടായ സംഭവങ്ങളെല്ലാം, സന്തോഷ നിമിഷങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ അവരുടെ അടുത്ത്, അച്ചമ്മയുടെ അടുത്ത്. അപ്പോൾ അച്ചമ്മയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. നിൻ്റെ വിശ്വാസം നീ കൈവിടേണ്ട മോളെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വിക്രമിൻ്റെ കൂടെ നീ പറയുന്നത് പോലെ നിനക്ക് സന്തോഷമായൊരു ജീവിതം നയിക്കാൻ നിനക്ക് പറ്റും. ഈ അച്ചമ്മയാണ് പറയുന്നത്, നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറയുക കേട്ടോ. അപ്പോൾ വേദയ്ക്കും സന്തോഷമാവുന്നുണ്ട്. അതെ അച്ചമ്മേ, അവിടെയുള്ളവരെല്ലാവരും എന്നെ അംഗീകരിക്കുന്നൊരു ദിവസം വരും. അത് അത്ര ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്ത് തന്നെ എല്ലാവരും എന്നെ അംഗീകരിക്കും. അങ്ങനൊരു ദിവസം വരാൻ പോവുകയാണ് എന്ന് പറയുക കേട്ടോ വേദ. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ആൾ വന്നിരിക്കുകയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭക്ഷണം ഷെയർ ചെയ്യുന്നതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേദ വിക്രമിനെ ഊട്ടുന്നുണ്ട്, വിക്രം തിരിച്ചും അതെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ മാഷിനും വിക്രമിനൊന്നും ഇതത്ര ഇഷ്ടമാവുന്നില്ല കേട്ടോ. പക്ഷേ അച്ചമ്മ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ വിക്രം ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകിയിട്ട് വരിക കേട്ടോ. നമ്മുടെ വേദ ഓടി ചെന്ന് സാരിത്തുമ്പ് തലപ്പിങ്ങനെ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, എന്നാൽ ഇതിൽ തുടച്ചോ എന്ന് പറയുകയാണ്. നീ പൊടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇപ്പം ഇങ്ങനെ അടുത്തടുത്ത് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ വരണേ, എനിക്കിതൊന്നും ഇഷ്ടമാവണില്ല കേട്ടോ പറയും. അപ്പോൾ ശരി എന്നാൽ ഞാൻ അച്ചമ്മയുടെ അടുത്ത് പറയാം എന്ന് പറഞ്ഞാൽ അച്ചമ്മേനെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങുക കേട്ടോ. നീ ഒന്ന് പൊടി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും വണ്ടിയുടെ ഡ്രൈവർ വരിക കേട്ടോ. എന്നിട്ട് മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വാടക തന്നാൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു എന്ന് പറയാൻ. മാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഞങ്ങളെയും കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്, തിരിച്ച് ഈ വണ്ടിയിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് നാട്ടിലേക്ക്, ഒപ്പം പോവാം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങോട്ട് അച്ചമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടാ ഈ പറയുന്നത്, ദൈവസ്വാമിയെ തൊഴാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ വീട്ടിൽ തറവാട്ടിലൊന്ന് താമസിച്ചിട്ട് പോവാം, അതാണ് ഇവിടുത്തെ വഴക്കം എന്ന് പറയുകയാണ്. അമ്മ എന്താ പറയുന്നത്, നാട്ടിൽ പോയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ചെയ്തു തീർക്കാനുണ്ടെന്ന് അറിയോ, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, എനിക്ക് തിരിച്ചിപ്പോൾ തന്നെ പോകണമെന്ന് പറയാണ്. അപ്പോൾ അച്ചമ്മ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. പറ്റത്തില്ല എന്ന് പറയണം അച്ചമ്മ. അങ്ങനെ വണ്ടിയുടെ വാടക കൊടുത്ത് വണ്ടിക്കാരനെ തിരിച്ചയക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ശരിയായില്ല അമ്മേ എന്ന് പറയുക കേട്ടോ മാഷ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എടാ നിനക്കിതൊന്നും അറിയത്തില്ലേ, ഈ സ്വാമിയെ തൊഴാൻ വന്നാലേ നമ്മുടെ തറവാട്ട് വീട്ടിൽ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പോവാറുള്ളൂ. നീ എന്താ നിൻ്റെ മൂത്ത 2 മക്കൾക്കും ഇങ്ങനെയൊന്നും ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുക കേട്ടോ അച്ചമ്മ. അങ്ങനെ അവരെല്ലാവരും കൂടി തറവാട്ട് വീട്ടിലേക്ക് പോവാട്ടോ. വേദിയോട് പറയുന്നുണ്ട്, ഇവരെല്ലാം എവിടെയാണ് കേട്ടോ വളർന്നത് എന്ന് പറയുക കേട്ടോ.